ഹായ് ദോസ്തോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ സ്കൂട്ടിയുടെ എയർ ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യുവാണ്. ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് എടുത്ത വണ്ടി ആയ കാരണം ഏകദേശം 10-16 കിലോമീറ്റർ ആയുള്ളൂ. അന്നേരത്തേക്ക് നമുക്ക് അതിൻ്റെ കറക്റ്റ് കാര്യം അങ്ങനെ അറിയത്തില്ല. ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ കണ്ട് ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ടൂൾസ് എല്ലാമായിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. ആണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ പേടകം. മറ്റവന്മാരെ പോണക്കല്ല, ഇതിൻ്റെ ഏകദേശം ഇച്ചിരി നല്ല റിസ്ക്. സിമ്പിളായിട്ട് മറ്റേ സ്കൂട്ടിയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എയർ ഫിൽറ്റർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇവൻ്റേത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഇച്ചിരി വണ്ടി വലുതായ കാരണം ഭയങ്കര ടാസ്ക്കാണ്. ഏകദേശം വണ്ടി മൊത്തം പൊളിച്ചെടുക്കുന്ന ഒരു കണ്ടീഷനിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എയർ ഫിൽറ്റർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇതിൻ്റെ താഴെയാണ് അതിൻ്റെ എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. അന്നേരം എയർ ഫിൽറ്ററിന് തന്നെ ഏകദേശം 3-4 സ്ക്രൂ ഉണ്ട്. അതുകൂടാതെ ഇതിൻ്റെ നമ്മുടെ ഈ ഡിക്കി സ്പേസിൻ്റെ അകത്തും ഒരു 3 നമ്മുടെ 10-ൻ്റെ ഏകദേശം നമ്മുടെ ഈ ഡിക്കിക്കകത്ത് തന്നെ നമ്മുടെ 10-ൻ്റെ 3 നട്ടുകളുണ്ട്. അവന്മാരെല്ലാം അഴിച്ചതിന് ശേഷം നമ്മുടെ ഈ ഡിക്കി സ്പേസ് ഉണ്ടല്ലോ, ഡിക്കി സ്പേസ് അത് മാത്രമായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇവന്മാർ ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഈ സ്ക്രൂവും അല്ലാതൊരു സ്ക്രൂവും കൂടെ ഉണ്ട്. ഈ നട്ടും അല്ലാതൊരു സ്ക്രൂവും കൂടെ ഉണ്ട്. ഇവന്മാർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഡിക്കി സ്പേസ് ഊരിയപ്പോൾ നമ്മുടെ സീറ്റൊക്കെ ജസ്റ്റ് ഊരാൻ വേണ്ടി ഭയങ്കര സിമ്പിൾ കേട്ടോ. അത് മാത്രമേ ഉള്ളൂ ഇവന്മാർ ചെയ്തേക്കുന്നതിൽ ഏറ്റവും എളുപ്പം. ബാക്കിയെല്ലാം മുടിഞ്ഞ ടാസ്ക്കാണ്. സിമ്പിളായിട്ട് അടിക്കേണ്ട എയർ ഫിൽറ്റർ എല്ലാം വണ്ടി മൊത്തം കുത്തിപ്പൊളിച്ചതിന് ശേഷമേ നമുക്ക് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ നട്ടുകളെല്ലാം അഴിച്ചതിന് ശേഷം നട്ടുകളുണ്ട് അവിടെ 2 സ്ക്രൂ ഉണ്ട് കേട്ടോ. ആ സ്ക്രൂകൾ അഴിച്ച് നമ്മൾ സീറ്റും കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് പൊങ്ങിപ്പോരും. ഇവന്മാർ ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും ഗുഡ് ക്വാളിറ്റി ഇതാട്ടോ. കാരണം വേറെ വണ്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പുറകിലത്തെ സംഭവങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. ഇത് അതിൻ്റെ കാര്യമില്ല. ഏകദേശം ഒരു 3 10-ൻ്റെ നട്ടും അഴിച്ച് 2 3 4 സ്ക്രൂവും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇടുക്കി പൊക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ എഞ്ചിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരിതാണ്. പക്ഷേ എയർ ഫിൽറ്റർ കൊണ്ടുവച്ചേക്കുന്ന ഒരു ഗുദാമിലായിപ്പോയി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ സംഭവം എല്ലാം സെറ്റ് ചെയ്ത് കണ്ടോ, എയർ ഫിൽറ്റർ ഇരിക്കുന്ന നോക്കി അവിടെ കറക്റ്റ് ആ സൈഡ് ഭാഗത്തെ പീസിൻ്റെ എട്ടയ്ക്കായിട്ടാണ്. അതിന് ഏകദേശം ഒരു 3-4 സ്ക്രൂ ഉണ്ട്, പിന്നെ 2 ലോക്കും ഉണ്ട്. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എയർ ഫിൽറ്റർ ജസ്റ്റ് ഊരിയെടുക്കാൻ ഒരു ഇച്ചിരി ടാസ്ക്കാണ്. ലാസ്റ്റ് എയർ ഫിൽറ്ററിൻ്റെ മറ്റേ ബോക്സുകളെല്ലാം അഴിച്ചതിന് ശേഷമാണ് നമ്മൾ എയർ ഫിൽറ്റർ ഊരിയെടുത്തത്. അത് മാത്രമേ ഉള്ളൂ ഇവന്മാർ ചെയ്തതിൽ ഏറ്റവും മുടിഞ്ഞ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. കാരണം പൊടിയെല്ലാം കയറി കഴിഞ്ഞാൽ നമ്മുടെ മൈലേജിൻ്റെ അകത്ത് അത് ഭയങ്കരമായിട്ട് വ്യത്യാസം വരുമല്ലോ. അന്നേരത്തേക്കും ഇടയ്ക്ക് അതെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു അടിപൊളി പരിപാടിയാണ്. പിന്നെ ഏകദേശം ഇവൻ എന്ന് പറഞ്ഞാൽ നല്ല പെർഫോമൻസ് ബേസിലാന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വണ്ടിയാണ്. പിന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഹൈ റേഞ്ചിൽ തന്നെ 70-72 കിലോമീറ്ററൊക്കെ പുട്ട് കണക്ക് കിട്ടും. അതേ കണക്കൊരു പൊളി വണ്ടിയാണ്. നമ്മൾ എയർ ഫിൽറ്റർ എല്ലാം അടിച്ചു. അന്നേരം നമ്മൾ ഉദ്ദേശിച്ച കണക്ക് അത്ര വലിയ ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഒരു ഫിൽറ്ററിൻ്റെ ഫ്രണ്ടിലൊരു കവറുണ്ടായിരുന്നു. നമ്മുടെ ഡസ്റ്റുകളൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് അത് നമുക്ക് വാഷബിൾ ആണെന്നാണ് പറയുന്നത്. നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇതിന് മാത്രം വലിയ ടാസ്ക് ഒന്നുമില്ല. അത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. നമ്മൾ വാക്വം കൊണ്ട് ജസ്റ്റ് പൊടിയൊക്കെ ഒന്ന് വലിച്ചു ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റീപ്ലേസ് ചെയ്യാനുമാണ്. റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല, കാരണം അതിന് മാത്രമുള്ള. പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്. കാരണം ഇതും കൊണ്ട് ഇപ്പം നമ്മൾ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ പറയുന്ന പൈസ അങ്ങോട്ട് കൊടുക്കണം. കാരണം അവന്മാർ പറയാം പിന്നെ ഈ കംപ്ലയിൻറ്റ് ആ കംപ്ലയിൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഭയങ്കര ടാസ്ക്. നമ്മുടെ എയർ ഫിൽറ്റർ റിമൂവ് ചെയ്യാനും നമ്മുടെ ജസ്റ്റ് എൻജിൻ ഓയിൽ ക്ലീൻ ചെയ്ത് എൻജിൻ ഓയിൽ റീഫിൽ ചെയ്യാനൊക്കെ നമ്മളായിട്ട് കഴിയുന്ന കണക്ക് ചെയ്താൽ മതി. കാരണം ഇതും കൊണ്ട് ഇപ്പം നമ്മൾ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് പറ്റത്തില്ലാത്ത കാര്യം മാത്രം ഷോറൂമിൽ നമ്മുടെ ഈ സ്കൂട്ടിയുടെയും നമ്മുടെ V3-യുടെയും പരിപാടികളൊക്കെ അത്യാവശ്യം നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം അവിടെ ഇപ്പോൾ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മാരെ സൗകര്യത്തിനനുസരിച്ച് അവിടെ നിൽക്കണം. ജസ്റ്റ് നമ്മൾ ഒരു എൻജിൻ ഓയിൽ മാറാൻ വേണ്ടിയാണ് ചെല്ലുന്നതെങ്കിലും അവന്മാർ പറയുന്ന കണക്കാണ് കാര്യങ്ങൾ. അവിടെ കൊണ്ടിട്ടോ ഇവിടെ കൊണ്ടിട്ടോ അത് ഒരു ദിവസം ഫുള്ള് പോകും. അതിനേക്കാളും നല്ലത് നമ്മൾ വൈകിട്ട് വന്നിട്ട് നമ്മുടെ സമയം പോകണൊക്കെ നല്ലൊരു എൻജിൻ ഓയിലും വാങ്ങിക്കുക, സംഭവം സെറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നേ. നമ്മൾ പിന്നെ എൻജിൻ പരമായിട്ടുള്ള വലിയ പരിപാടികളൊന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. അതൊക്കെ നമ്മുടെ അറിയാവുന്ന ടെക്നീഷ്യന്മാരുടെ അടുത്ത് പോയി സംഭവം സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മൊത്തം പൊടിയായിരുന്നു കേട്ടോ. പൊടിയെല്ലാം തൂത്ത് തുടച്ച് നമ്മുടെ എയർ ഫിൽറ്ററും സെറ്റ് ചെയ്തു. എല്ലാം സെറ്റ് പൊളിയായിട്ട് നമ്മൾ തിരിച്ച് റീഫിറ്റ് ചെയ്യുകയാണേ. ഇത് നമ്മുടെ
സംഭവങ്ങളെല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ പറയേണ്ട വേറെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റ്. അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ 3 പേര് ഇരുന്നെന്ന് വെച്ചാലും പിന്നെ ഇരിക്കാൻ പറ്റും. അതേപോണക്ക് ഒരു സീറ്റാണ് ഇവൻ്റെ. അത് നല്ല വീതിയുള്ള ലെങ്തി ആയിട്ടുള്ള ഇതാണ്. പിന്നെ നല്ല അതായത് കയറ്റമൊക്കെ കയറിയാലും നല്ല സൂപ്പർ സംഭവം കേട്ടോ. അതൊക്കെ നല്ല പൊളി ഐറ്റമാണ്. പിന്നെ ഇവരെ പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നോർമലി ഒരു 20-30 കിലോമീറ്ററിലൊക്കെ പോകുമ്പോൾ നോർമൽ ഒരു സൗണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നല്ല ആക്സിലേറ്റർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു റേസിംഗ് ബൈക്കിൻ്റെ പോണക്കുള്ള ഒരു പൊളിപ്പനൊരു സൗണ്ടുണ്ട്. സംഭവം എല്ലാം കിടുപ്പൻ ഐറ്റം തന്നെയാണ്. പക്ഷേ ഇവൻ്റെ ഇങ്ങനത്തെ കുറച്ച് എയർ ഫിൽറ്ററൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഇച്ചിരി ടാസ്ക് ആണെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഡിക്കി സ്പേസും നല്ല അപാരം തന്നെയാണ് കേട്ടോ. എന്നാ വലുതെന്ന് പറയും സംഭവം. അതെല്ലാം വെച്ച് നോക്കാൻ പൊളി ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഈ മൈലേജിൻ്റെ കാര്യം വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവനെ മുട്ടണ്ട മോനെ. ഒരു അടാർ ഐറ്റം തന്നെയാണ്. 72 കിലോമീറ്ററോളം നമുക്ക് മൈലേജ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക്, അതായത് നമ്മുടെ ഇടുക്കിയിൽ നമ്മുടെ ഹൈ റേഞ്ചിൽ നമുക്ക് ഇവന് മൈലേജ് കിട്ടിയിട്ടുണ്ട്. സംഭവം പൊളിയല്ലേ. ഇനി ഈ വിലയിൽ നമുക്ക് ഇത്രയും തന്നെ കിട്ടിയാൽ പോരാ, ആ ഒരു കണ്ടീഷൻ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ലോഡും വെച്ചോണ്ടൊക്കെയാന്ന് പറഞ്ഞാൽ ഇവന് പമ്മലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വലിഞ്ഞ് കയറിപ്പോന്നു. അതിൻ്റെ കാര്യത്തിലുള്ള ആക്സസ് പൊളിയാണ്. ഇവൻ കുറച്ചേ കുടിക്കൂ. സംഭവം എടാ അന്നേരം എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ഒന്ന് നമ്മുടെ ജസ്റ്റ് ട്രൈ ചെയ്യുക കേട്ടോ. എൻഡോർക്കാന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയാന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ആരെങ്കിലും ചെയ്തേക്കുന്ന ഒരു ടെക്നീഷ്യൻ്റെ വല്ല ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നേരത്തേക്കൊണ്ട് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. 150-220 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എയർ ഫിൽറ്ററും എല്ലാം കിട്ടും. അപ്പം ബൈ.